വിദ്യാർത്ഥിനികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം. പിന്തിരിഞ്ഞോടിയപ്പോൾ അസഭ്യവർഷം. 35-കാരൻ അറസ്റ്റിൽ. പള്ളിക്കൽ പഴകുളം തെങ്ങിനാൽ ശ്യാംനിവാസിൽ ശ്യാംകുമാറാണ് പിടിയിലായത്. വൈകിട്ട് 4 മണിയോടെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങിയായിരുന്ന 2 6ാം ക്ലാസ് വിദ്യാർത്ഥിനികൾക്ക് മുന്നിലായിരുന്നു ഇയാളുടെ അതിക്രമം. അശ്ലീലം പറയുകയും കുട്ടികൾക്ക് നേരെ വസ്ത്രം മാറ്റി സ്വകാര്യ ഭാഗം പ്രദർശിപ്പിക്കുകയും ചെയ്തു. കൂടൽ പോലീസ് കലഞ്ഞൂരിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഭാര്യ സഹോദരിയെ പീഡിപ്പിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ ബലാത്സംഗത്തിന് കേസ്. 58 വയസ്സുള്ള ഭാര്യ സഹോദരിയാണ് ഇയാൾ 2 തവണ പീഡിപ്പിച്ചത്. ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഇയാളുടെ വീടിനടുത്ത് താമസിക്കുന്നതിനിടെ 2022-ലാണ് അതിക്രമമുണ്ടായത്. നാണക്കേട് ഭയന്ന 58-കാരി പീഡന വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. എന്നാൽ അടുത്തിടെ വീണ്ടും ചൂഷണത്തിന് ശ്രമിച്ചതോടെയാണ് അമ്പലത്തറ പോലീസിൽ പരാതി നൽകിയത്. ബ്രാഞ്ച് സെക്രട്ടറിയെ എല്ലാ പദവികളിൽ നിന്നും നീക്കിയതായി CPM ജില്ലാ നേതൃത്വം അറിയിച്ചു. 3ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം. വിരമിച്ച പ്രധാനാധ്യാപകനെതിരെ കേസെടുത്ത് പോലീസ്. സ്കൂളിലെ മുൻ പ്രഥമാധ്യാപകനായിരുന്ന നെയ്യൻ അബൂബക്കർ സിദ്ദിഖിനെതിരെയാണ് കൊണ്ടോട്ടി പോലീസ് പോക്സോ കേസെടുത്തത്. 2023-25 കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് സംഭവം പുറത്തായത്. കൊണ്ടോട്ടി സ്വദേശി ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഈ മാസം 1-ന് രാത്രി ഒറ്റയ്ക്ക് മത്സ്യബന്ധനത്തിന് പോയ വിഴിഞ്ഞം തെന്നൂർക്കോണം കുഴിവിള നിവാസി ബെൻസങ്കറിനെയാണ് കടലിൽ കാണാതായിരുന്നത്. കാലുകളിൽ ഇരുമ്പ് ചങ്ങല കൊണ്ട് മണൽ നിറച്ച 3 കന്നാസുകളുമായി ചേർത്ത് കെട്ടി പൂട്ടുകൊണ്ട് പൂട്ടിയ നിലയിലും തോർത്തുകൊണ്ട് കണ്ണുകൾ കെട്ടിയ നിലയിലുമാണ് മൃതദേഹം കണ്ടെത്തിയത്. പൂവാർ പൊഴിയൂർ ഭാഗത്തായി കടലിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. ഇയാളുടെ വള്ളത്തിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിൽ മൃതദേഹത്തിലെ കെട്ടും കന്നാസുകളും സംബന്ധിച്ച നിർണായക ദൃശ്യങ്ങളുണ്ടെന്ന് പോലീസ് സൂചന നൽകി. തിരുവനന്തപുരത്ത് ജയിലിൽ നിന്നിറങ്ങിയ മകൻ പിതാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ. കരിമണ സ്വദേശി മണികണ്ഠനാണ് പിതാവ് സത്യനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. പിതാവിന്റെ വയറ്റിലും കാലിലുമായി 1-ലധികം തവണ മണികണ്ഠൻ ആവർത്തിച്ചു കുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ജയിലിലായിരുന്ന മണികണ്ഠൻ പുറത്തിറങ്ങിയത്. പിന്നാലെ കരിമണത്തെ വീട്ടിലെത്തി പിതാവുമായി മണികണ്ഠൻ വഴക്കിട്ടു. തന്നെ വീട്ടിൽ കയറ്റണമെന്ന് മണികണ്ഠൻ ആവശ്യപ്പെട്ടെങ്കിലും പിതാവ് കൂട്ടാക്കിയില്ല. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിനിടെയാണ് പിതാവിനെ മണികണ്ഠൻ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. സത്യൻ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലാണ്. മണികണ്ഠൻ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു.